സതീശൻ അനുകൂലികളുടെ പ്രകടനം ഇപ്പോൾ തലസ്ഥാനത്ത് കൊടുമ്പിരി കൊള്ളിക്കുകയാണ്. അവിടെ നേരത്തെ സതീശിന് വേണ്ടിയുള്ള മുദ്രാവാക്യം പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് പ്രവർത്തകർ ഘോരഘോര മുദ്രാവാക്യങ്ങളുമായി ഇറങ്ങുകയാണ്. അത് വല്ലാത്ത ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡിലേക്ക് തന്നെ നിർദ്ദേശങ്ങൾ, KPCC നടപടിക്ക് ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് പ്രവർത്തകർ തെരുവിലേക്ക് മുറവിളി കൂട്ടുകയാണ്. ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നൊക്കെ വി.ഡി. സതീശന്റെ ഫ്ലെക്സ് ഉയർത്തി, വി.ഡി. സതീശന്റെ ചിത്രം ഉയർത്തിക്കൊണ്ടാണ് പ്രകടനം നടത്തിയത്. മുദ്രാവാക്യം വിളികളുമായി എത്തുന്നത് പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ, മറ്റാരെയും കെട്ടിയിറക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല, സവിശേഷ സാഹചര്യം കേരളത്തിലില്ല. അപ്പോൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ പ്രകടനങ്ങളൊക്കെയും. അപ്പോൾ നേരത്തെ കോട്ടയത്ത് നിശ്ചയിച്ചിരുന്ന പ്രകടനം, അതിനൊക്കെ തന്നെ ജില്ലാ നേതൃത്വം DCCയുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുകൾ വന്നു. അതൊക്കെ അവഗണിച്ചുകൊണ്ട് പലയിടങ്ങളിൽ മുദ്രാവാക്യം വിളികളുമായി വീടിക്ക് വേണ്ടി ഫ്ലെക്സ് ഉയർത്തുന്നു, വീടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളികൾ മുഴക്കുന്നു. KC വേണുഗോപാലിന് വേണ്ടി അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രതികരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ നിറയുന്നത് കണ്ടു. തിരുവനന്തപുരത്തെ കാഴ്ചയാണ്, തലസ്ഥാനത്തെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനേകം ആളുകൾ ഉണ്ട്, ഒരുപാട് പേരുണ്ട്, സ്ത്രീകളടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്, യുവജനങ്ങളുടെയും എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെയും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയൊക്കെ തന്നെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, ഒരുപാട് പ്രവർത്തകർ ഈ കൂട്ടത്തിൽ ഉണ്ട്. വീടിക്ക് വേണ്ടി ഫ്ലെക്സുമായി മുദ്രാവാക്യം വിളിക്കുന്നു. മുറവിളി കുട്ടിയാണ്, വീടി അല്ലാതെ മറ്റൊരു നേതാവ് വരേണ്ടതില്ല എന്ന മുദ്രാവാക്യമാണ് വിളിക്കുന്നത്. ഇന്ദുലേഖ ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ഇന്ദുലേഖ, കുറേ സമയമായി ഇങ്ങനെ പ്രവർത്തകർ നിലയുറപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? ഈ ഒരു മുന്നറിയിപ്പ് KPCCയുടെ ഭാഗത്തുനിന്ന് ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ ഉയർന്നിരുന്നു, അതൊക്കെ അവഗണിക്കുകയാണോ ഇപ്പോൾ? പ്രതീഷ്, മുന്നറിയിപ്പുകളെല്ലാം അവഗണിക്കപ്പെടുകയാണ്. ചെമ്പഴന്തി അനിൽ അടക്കമുള്ള നേതാക്കൾ ഈ ഒരു പ്രകടനത്തിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടെന്ന് പറയാം. യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ 50 പേരിൽ തുടങ്ങി 100 പേരായി 500 കടന്നത് 1000-ലേക്ക് എത്തുകയാണ് ഈ പ്രകടനം എന്ന് പറയാം. അത്രയധികം ആളുകളാണ്. ഇവരെ നിയന്ത്രിക്കാൻ മുതിർന്ന നേതാക്കൾക്ക് പോലും കഴിയാത്ത വിധമാണ്. പ്രതീഷ് പറഞ്ഞതുപോലെ തന്നെ പട നയിച്ചവൻ തന്നെ നാട് നയിക്കട്ടെ എന്ന പ്ലക്കാർഡുകളും അതുപോലെ തന്നെ ബാനറുകളും ഒക്കെ ഉയർത്തിക്കാട്ടി സ്ത്രീകളും പുരുഷന്മാരും അടക്കം 1000-ഓളം പ്രവർത്തകരാണ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയാം. അനുകൂലികൾക്കുള്ളത് നിലവിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിലൊക്കെ പ്രകടനങ്ങൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ അതിലൊക്കെയും കരുത്തുറ്റ ഒന്നായി മാറുകയാണ് തിരുവനന്തപുരത്തെ പ്രകടനമെന്ന് തന്നെ പറയാം. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എന്താ ഇപ്പോൾ ഏകദേശം സെക്രട്ടേറിയറ്റിന്റെ മുൻപന്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വനിതകൾ അടക്കമുള്ള നിറയെ 1000-ഓളം പ്രവർത്തകരാണ് ഈ ഒരു പ്രകടനത്തിൽ പങ്കുചേർന്നിട്ടുള്ളതെന്ന് പറയപ്പം ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഹൈക്കമാൻഡ് ശക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇത്തരത്തിലുള്ള പരസ്യ പ്രകടനങ്ങൾ അത് KPCCയുടെ ഭാഗത്ത് നടപടി ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പരസ്യമായി വെല്ലുവിളി ഉയർത്തി നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഹൈക്കമാൻഡിന്റെ കൂടിയാലോചനകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്ന ഒരു വേളയിലാണ് ഈ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും മുറവിളി കൂട്ടിക്കൊണ്ടുള്ള സ്വന്തം നേതാവിന് വേണ്ടി ഫ്ലെക്സ് ഉയർത്തി മുഖ്യമന്ത്രി പദത്തിലേക്ക് 16ാം കേരള നിയമസഭയുടെ അമരത്തേക്ക് വി.ഡി. സതീശൻ തന്നെ വരട്ടെ, പട നയിച്ച UDFന്റെ ടീം ലീഡറാണ് വി.ഡി. സതീശൻ എന്നടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രവർത്തകർ തെരുവ് വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഉയർത്തിക്കൊണ്ട് തെരുവിലേക്ക് തലസ്ഥാന നഗരി ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ തൊട്ടു മുൻപിൽ ഇങ്ങനെ പ്രതിഷേധിക്കുന്നത്.